MLA നമ്മളിപ്പോൾ ഏകദേശം ഒരു ചിത്രം തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവസാന ഘട്ടത്തിൽ എന്താ മനസ്സിലാക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ സംസാരിക്കുമ്പോൾ? പോലീസിൽ നിന്ന് കിട്ടുന്ന വിവരം ഇയാൾ ആസൂത്രിതമായി ചെയ്തതാണ്. ഇയാൾക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയി. അതുകൊണ്ട് തന്നെ അയാളും ഉമ്മയും അനുജനും മരിക്കണമെന്ന് അവർ തീരുമാനിച്ചിരുന്നതായിട്ടാണ് അയാൾ പറഞ്ഞത്. രാവിലെ 11:30 മറ്റോ ഉമ്മയെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ വേണ്ടിയുള്ള, കാരണം വിഷം കഴിച്ച് മരിച്ചാൽ ആരെങ്കിലും ജീവിക്കണമെങ്കിലോ, അതുകൊണ്ട് കഴുത്ത് ഞെരിച്ച് കൊല്ലുക എന്നുള്ള ഒരു എടുത്തു. പക്ഷെ മരിച്ചില്ല. അങ്ങനെ വെഞ്ഞാറമൂടിൽ പോയി ഒരു ഹാമർ വാങ്ങിക്കൊണ്ടുവന്ന് തലക്കടിച്ച് മരണപ്പെട്ടുവെന്ന് അയാൾക്ക് തോന്നിയതിന് ശേഷം അയാൾ പാങ്ങോട് പോയി. ആദ്യം കൊല ചെയ്യുന്നത് വീട്ടിലെന്നാണ് അയാൾ പോലീസിനോട് പറഞ്ഞാൽ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പാങ്ങോട് പോയി. പാങ്ങോട്ട് വാപ്പയുടെ ഉമ്മയാണ്, ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയാണ്, എനിക്കറിയാം, ഒരു ചെറിയ വീട്ടിൽ. അവരെയും കൊലപ്പെടുത്തിയതിന് ശേഷമാണ് വാപ്പയുടെ അനുജൻ, ഈ സഹോദരൻ ഇവിടെ, വാപ്പയുടെ ജ്യേഷ്ഠൻ ഇവിടെ താമസിക്കുന്ന ആൾ, അദ്ദേഹം ഒരു കുടുംബനാഥനെ പോലെ കഴിയുന്ന ആളെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെയും വൈഫിനെയും കൊന്നു. അതിനുശേഷം തിരിച്ച് പോയി അനുജൻ വന്നു, അനുജനെ കൊന്നു. ഇയാളുടെ കാമുകി എന്നാണ് അയാൾ പറഞ്ഞത്. പെൺകുട്ടിയെ വീട്ടിൽ വിളിച്ചു വരുത്തി. ഇയാളുടെ ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി അനാഥമായി പോകും എന്നുകൊണ്ട് അയാളെയും കൊന്നു. എന്നിട്ട് ഇയാൾ വിഷം കഴിച്ചു. പോലീസിൽ പോയി സറണ്ടർ ചെയ്തു. അപ്പോഴും ചില സംശയങ്ങൾ അപ്പോഴും ബാക്കിയുണ്ട്. ഈ സാമ്പത്തിക പ്രതിസന്ധിയാണെങ്കിൽ വാപ്പുമ്മയെയും മൂത്താപ്പയൊക്കെ എന്തിനു കൊല്ലണമെന്നുള്ള ചോദ്യം, അതൊരു കാര്യം. പിന്നെ ഇയാൾ മരിക്കാൻ തീരുമാനിച്ച ഒരാളാണെങ്കിൽ വാപ്പുമ്മയുടെ മാല കവർന്നിരിക്കുകയാണ് ഇപ്പോൾ. വാപ്പുമ്മയുടെ മാല അപ്പോഴേ കാണാതെ പോയി. അത് പോലീസ് ഒരു നിഗമനത്തിലെത്താത്തത് വീടാകെ പരിശോധിച്ചില്ലല്ലോ. മാല മാറി എവിടെയെങ്കിലും വെച്ചിരിക്കുന്നൊന്നും പരിശോധിച്ചില്ല എന്നുകൊണ്ട് ആദ്യ നിഗമനത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ അവർ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇയാളുടെ മൊഴിയിൽ നിന്ന് വാപ്പമ്മയുടെ മാല കവർന്നു ഇയാൾ തന്നെ പറയുന്നുണ്ട്. അത് കുറ്റസമ്മതത്തിൽ പറയുന്നതാണ് മനസ്സിലാക്കുന്നത്. ഇതെല്ലാം പ്രാഥമിക വിവരമാണ്. പോലീസിൻ്റെ ഒരു കൺക്ലൂഷനിലെത്താൻ കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. അപ്പോൾ ഇപ്പോഴും മനസ്സിലാക്കുന്നത് പ്രതി സാമ്പത്തിക ബാധ്യത മൂലം ഇവരെയൊക്കെ കൊന്നു എന്നാണ് അയാളുടെ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വിഷം കഴിച്ചിട്ടുണ്ട്. സ്ഥിതി എങ്ങനെയാണെന്നുള്ള പോലീസുകാർ കഴിച്ച് ഹോസ്പിറ്റലൈസ് ചെയ്തേക്കാണ്. അതിൻ്റെ ലേറ്റസ്റ്റ് വിവരം കിട്ടിയിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. ആരോഗ്യസ്ഥിതി അത് തന്നെ ഇടയ്ക്ക് സ്റ്റേബിളാണെന്ന് കേട്ടു. പക്ഷേ അതിൻ്റെ വ്യക്തമായ വിവരം ഈ സന്ദർഭത്തിൽ കിട്ടിയിട്ടില്ല. അപ്പോഴും പോലീസുകാർക്ക് സംശയമുണ്ട്. ഈ സാമ്പത്തിക സ്ഥിതി ഈ മോട്ടീവ് വിശ്വസിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പോലീസുകാർ മോട്ടീവ് വിശ്വസിച്ചിട്ടില്ല. അരുൺ MLA കൃത്യമാണത്. കാരണം എങ്കിൽ പിന്നെ എന്തിന് വാപ്പുമ്മ 88 വയസ്സുള്ള വയോധികയായ സ്ത്രീയെ കൊല്ലണം? ഇവിടെ എത്തി രണ്ടുപേരെ, അവർ നാട്ടിലൊക്കെ സാധാരണ പോലെ ജീവിച്ച് ആളുകളുമായിട്ടൊക്കെ നല്ല സൗഹൃദമുള്ള കുടുംബമാണ് ഇതല്ലേ? അതെ, തീർച്ചയായിട്ടും. പിന്നെ മിലിറ്ററിയിലായിരുന്നു ഭാര്യയാണ്. ഇവരൊന്നും ആർക്കും ശല്യക്കാരല്ല. ഇയാൾക്ക് കുറേ സാമ്പത്തിക പ്രയാസങ്ങളും ബാധ്യതകളും ഉണ്ട്. പലർക്കും പൈസ വാങ്ങി കൊടുക്കുന്നില്ല എന്നൊക്കെയുള്ള വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. ഈ അവിടെ പാങ്ങോട് പോയപ്പോൾ MLA കണ്ട കാഴ്ച എന്താ? പാങ്ങോടൊരു ചുറ്റാകെ ആ മരണപ്പെട്ട സ്ത്രീയുടെ പ്രായമുള്ള സ്ത്രീയാണ്. അവരുടെ ബന്ധുക്കളും മക്കൾ തന്നെയും ചുറ്റാകെയൊക്കെ താമസിക്കുന്നുണ്ട്, മറ്റു മക്കളുമൊക്കെ. സാധാരണ കുടുംബമാണ്. ഇവർ ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ. അത് അവരുടെ നിർബന്ധമാണ്. അവർ സ്വന്തം വീട്ടിൽ ഒറ്റയ്ക്ക് തന്നെ താമസിക്കുന്നു. അവർ സ്വയമായി കഴിയാനുള്ള ആരോഗ്യം കൊണ്ടുതാനും ആശ്രയിക്കേണ്ടത് മറ്റവരുടെ സഹായമൊക്കെ ഉണ്ടാകും. പക്ഷേ വൈകുന്നേരം കൂട്ടുകിടക്കാൻ കൊച്ചുമകളോ ബന്ധത്തിൽപ്പെട്ട ഒരു കുട്ടി വരും. ആ കുട്ടി വരുമ്പോഴാണ് ഇവർ മരണപ്പെട്ട് കിടക്കുന്നത് കണ്ടത്. അങ്ങനെയാണ് നാട്ടുകാരും പോലീസും അറിയുന്നത്. പക്ഷേ ഇവിടെയാണെങ്കിൽ ആരും അറിഞ്ഞില്ല. ഇയാളുടെ മൊഴിയിൽ നിന്നാണ് ഇവിടുത്തെ വിവരം മനസ്സിലാകുന്നത്. മാത്രമല്ല, എനിക്ക് തോന്നുന്നു പാങ്ങോട്ടുകാർ ഇവരെ വിളിക്കുമ്പോൾ, തൊട്ടടുത്ത ഉമ്മയാണല്ലോ മരണപ്പെട്ടത്, ഇദ്ദേഹത്തിൻ്റെ ഉമ്മയാണല്ലോ, ഇവിടെ വിളിക്കുമ്പോൾ പിന്നെ ഫോൺ റിങ് ചെയ്യുന്നേ ഉള്ളൂ, എടുക്കുന്നില്ല. അങ്ങനെ ആരും അന്വേഷിച്ച് വന്നപ്പോഴാണ് ഈ വിവരങ്ങൾ അവർക്ക് മനസ്സിലാകുന്നത്. ഈ ഗൾഫിലുള്ള അച്ഛനെ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ടോ? ഇപ്പോൾ അറിഞ്ഞു കാണും. ഏതായാലും ഒരു നടക്കുന്ന സംഭവമായിപ്പോയല്ലേ? സാധാരണ ഈ സമീപകാലത്ത് നമ്മൾ ഇതുപോലെ കേട്ടിട്ടില്ല, ഇങ്ങനെ നടന്നിട്ടില്ല. 23 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ക്രൂരത വളർന്നു വരുന്നത് എന്തുകൊണ്ട് എന്ന് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പ്രത്യക്ഷത്തിൽ അയാൾ ഇപ്പോൾ ഡ്രഗ് അഡിക്റ്റ് ആണെന്നൊന്നും കാണുന്നില്ല. പക്ഷെ അതിൻ്റെ സാധ്യതകൾ കൂടി അന്വേഷിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു അന്തർമുഖനായിരുന്നു. ഒരു അങ്ങനെ നാട്ടിൽ വലിയ സഹവാസവും ഒന്നും ഉണ്ടായിരുന്ന ആളല്ല. ബൈക്കിൽ വരും, വീട്ടിൽ പോകും, തിരിച്ചു പോകും, അങ്ങനെയാണ്. ഈ ഗൾഫിൽ പോയിരുന്നു ഇടക്കാലത്ത് പോയിരുന്നു. ഒരു കുടുംബസമേതോ അല്ല ഇയാൾ മാത്രമാണോ എന്ന് എനിക്കറിയില്ല. വാപ്പയോടൊപ്പം ഗൾഫിലായിരുന്നു കുറച്ച് ദിവസം.